പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാൻ ശ്രമിച്ച രാജൻ ജോസഫിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനം. പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് മർദ്ദനം. അക്രമത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. സംഭവത്തിൽ 20 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അടൂർ പോലീസ് കേസെടുത്തു. ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അടൂരെത്തിയാൽ അടി കിട്ടുന്നത് സ്വാഭാവികമാണെന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പ്രതികരണം. കഴിഞ്ഞ സെപ്റ്റംബർ മാസം തൊട്ട് ഈ നിമിഷം വരെ ഏതാണ്ട് 25-ലധികം വീഡിയോസാണ് വൈറ്റ് സ്വാൻ TV ന്യൂസ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലും രാജൻ എന്ന പേരിലുള്ള യൂട്യൂബറും സിബി എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്ന് എനിക്കെതിരെ സംരക്ഷണം ചെയ്തിട്ടുള്ളത്. അതിലെ കണ്ടന്റ് അതേപോലെ സംരക്ഷണം ചെയ്യാൻ, ഏതെങ്കിലും ഒരു വീഡിയോ പൂർണ്ണമായി സംരക്ഷണം ചെയ്യാൻ അല്ലെങ്കിൽ ഭാഗികമായി സംരക്ഷണം ചെയ്യാൻ ഈ ഉള്ള ഏതെങ്കിലും ചാനലുകൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? സംരക്ഷണം ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ അടൂരെത്തിയാൽ ചിലപ്പോൾ രണ്ടടി കിട്ടിയെന്നിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി മാർട്ടിൻ ചേരുന്നു. മാർട്ടിൻ, എന്താണ് ശരിക്കും സംഭവിച്ചത് ഇയാളെ പിടിച്ചതിന് ശേഷം? നിഷാദ്, കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ 2025 സെപ്റ്റംബർ മുതൽ ഇയാൾ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വലിയ തോതിലുള്ള സൈബർ അധിക്ഷേപമാണ് നടത്തിക്കൊണ്ടിരുന്നത്. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉൾപ്പെടെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു വിഷയത്തിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ജൂൺ മാസത്തിൽ അടൂർ പോലീസിൽ പരാതി കൊടുക്കുന്നതും തുടർന്ന് ഇയാൾ മുങ്ങുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇയാളുടെ ലൊക്കേഷൻ പോലീസ് ട്രേസ് ചെയ്തെടുക്കുകയും അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശനിയാഴ്ച വൈകിട്ടോടെ ഇയാളെ അറസ്റ്റ് ചെയ്ത് അടൂരിലെ സ്റ്റേഷനിൽ എത്തിക്കുന്നതിനിടയിലാണ് കുറേ തടിച്ചു കൂടിയിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇയാളെ മർദ്ദിക്കാൻ ശ്രമിച്ചത്. ഇതിനിടയിൽ നിന്ന് ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിന് പരിക്കേറ്റു. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടിയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. കണ്ടാൽ അറിയാവുന്ന 20ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഇന്നലെ അതായത് ശനിയാഴ്ച രാത്രി 11:30 അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. തടിച്ചുകൂടിയെത്തിയ പ്രവർത്തകർ തങ്ങൾക്ക് രാജൻ ജോസഫിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണാൻ പറ്റില്ല, രാവിലെ നേരം വെളുത്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞെങ്കിലും പ്രവർത്തകർ സമ്മതിച്ചില്ല. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ട് ഉന്തും തള്ളവും ഉണ്ടാവുകയും രാജൻ ജോസഫിനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നമുക്ക് ആ വീഡിയോയിൽ കാണാം, രാജൻ ജോസഫിനെ പോലീസ് അവരുടെ ഇടയിൽ നിന്ന് വലിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതെല്ലാം നമുക്ക് കാണാം. ഇതിനിടയിലാണ് ഒരു പോലീസുകാരന് പരിക്കേറ്റത്. ഇപ്പം നമ്മൾ CA ആയിട്ട് സംസാരിച്ചപ്പോഴത്തേനും ഈ ഒരു തള്ളിനിടയിലാണ് ഒരു പോലീസുകാരന് പരിക്കേറ്റത്. നിസാര പരിക്കുകളെ ഉള്ളെങ്കിൽ പോലും ഈ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് 20ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും മറ്റ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.